അങ്ങനെ ഞങ്ങൾ സംസാരം തുടങ്ങി. ആ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദാസേട്ടനിലേക്ക് ഞാൻ അടുത്ത് വരുന്നത് ഒരൊറ്റ പാട്ടിൽ നിന്നാണ്. താമസമെന്തേ വരുവാൻ എന്ന് പറയുന്ന ഭാർഗവ നിലയത്തിലെ പാട്ട്. ആ പാട്ടിനെക്കുറിച്ചുള്ള എൻ്റെ അഭിനിവേശവും എനിക്ക് ആ പാട്ടിനോടുള്ള വലിയ ആരാധനയൊക്കെ പറഞ്ഞപ്പോൾ ദാസേട്ടൻ എന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു ഒരു ഒരു പ്രതികരണമാണ് എന്നോട് പറഞ്ഞത്. ദാസേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ ആ പാട്ട് ഞാൻ നന്നായിട്ട് പാടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ദാസേട്ടൻ്റെ ഒരു വിനയം കൊണ്ട് വിധേയത്വം കൊണ്ടൊക്കെ പറഞ്ഞു പോയതായിരിക്കും എന്ന്. അങ്ങനെയുണ്ടല്ലോ, ഒരു വിനയം കൊണ്ട് പറഞ്ഞതാണ്. അല്ല, അപ്പോൾ ദാസേട്ടനെ വീണ്ടും ചോദിച്ചത് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ദാസേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ സംഗീതത്തിൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്നും ഇന്നത്തെ പോലെ ശാസ്ത്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല. വളരെ പരിമിതമായിട്ടുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണെന്ന്. അതുകൊണ്ട് തന്നെ ദാസേട്ടൻ പാടുമ്പോൾ ആ പാട്ടിൽ ദാസേട്ടൻ ഈ ബ്രീത്ത് എടുക്കുന്നതിൻ്റെ, ശ്വാസം എടുക്കുന്നതിൻ്റെ ചെറിയ അങ്കലാപ്പുകൾ ആ പാട്ടിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പാട്ട് ഞാൻ നന്നായിട്ട് പാടിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ അങ്ങനെയല്ല ആ പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ എനിക്ക് ആ പാട്ട് പാടി കേൾപ്പിച്ചു തരുകയുണ്ടായി. പക്ഷേ ദാസേട്ടൻ അപ്പോൾ എനിക്ക് പാടി കേൾപ്പിച്ച താമസമെന്തേ വരുവാൻ കേട്ടതിന് ശേഷം ഞാൻ ദാസേട്ടനോട് പറഞ്ഞുപോയി. പിന്നീടാണ് ഞാൻ അതിൻ്റെ ഒരു പോഴത്തം മനസ്സിലാക്കിയത്. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ പറഞ്ഞുപോയി. ദാസേട്ടൻ പറഞ്ഞു, ദാസേട്ടൻ എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ദാസേട്ടൻ നേരത്തെ പാടിയ പാട്ട് തന്നെയാണ് ഇഷ്ടം എന്ന് പറയുന്നത്.